സഹോദരങ്ങളെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ശക്തമായ കർത്താവിന്റെ ഒരു വചനം. സഹോദരങ്ങളെ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഐശ്വര്യം, അതിന്റെ ദുഃഖത്തിൽ, അതിന്റെ നിരാശയിൽ, അതിന്റെ നഷ്ടത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, നിന്റെ നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തെ ഇതാ ഞാൻ തിരിച്ചു തരാൻ പോവാ. ഈ വചനത്തിന്റെ യഥാർത്ഥമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 29-ന്റെ 13-ാമത്തെ വചനം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ, ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ ദൈവത്തെ കണ്ടെത്തുവാനാണ്, ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കാനാണ്, ആ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാനാണ്. കർത്താവ് ഇപ്രകാരമുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. അതിനെ നമ്മൾ തള്ളിക്കളയരുത് പ്രിയപ്പെട്ടവരെ. അതിനാൽ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ, ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടപ്പാടുകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ദൈവം അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തും. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിനക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ബിസിനസ് ഉണ്ടായിരുന്നു, പൊട്ടി പൊളിഞ്ഞു പോയി. കഴിഞ്ഞ കാലത്തിൽ വലിയ പ്രതാപമുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടത്തിൽ മനസ്സിടിഞ്ഞു പോകാനല്ല ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, മറിച്ച് അത് തിരിച്ചു തരാൻ കഴിവുള്ള ദൈവത്തിലേക്ക് കരങ്ങൾ ഉയർത്തണം, ഹൃദയത്തെ ഉയർത്തണം, മനസ്സ് ബലപ്പെടണം, പ്രാർത്ഥന നിരതരായി കർത്താവിന്റെ വാഗ്ദാനം നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ സംജാതമാക്കുവാൻ പ്രാർത്ഥിക്കുന്നവരായി മാറാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവേ, കാരുണ്യവാനായ കർത്താവേ, ജീവിതത്തിന്റെ നഷ്ടങ്ങളില് തകർന്നു പോയ മക്കൾ, പരാജയങ്ങളില് മനസ്സുമടുത്തുപോയ ജീവിതങ്ങൾ, കർത്താവേ, അതുമൂലം ജീവിതത്തിന്റെ നിരാശയുടെ ദുഃഖത്തിന്റെ മേഖലയിലേക്ക് അടിഞ്ഞുപോയ ജീവിതങ്ങളോട് നീ കരുണ കാണിക്കണമേ. ആ ജീവിതങ്ങളെ നീ തൊടണമേ. അവരിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള തിന്മയുടെ അന്ധകാരത്തിന്റെ സകല സ്വാധീനങ്ങളും, നിരാശ, ദുഃഖ പീഡകളും ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അപ്രകാരമുള്ള സ്വാധീനങ്ങൾ വിട്ടുവപ്പിക്കപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന്